ഹലോ, ഞാൻ ആ ബുക്ക് കണ്ടുപിടിച്ച് വാങ്ങിച്ചു. വായിച്ചിട്ടുള്ളവർ പറയുക. മോചനം. അന്ന് ഞാൻ തെറ്റിച്ച് പറഞ്ഞില്ലേ പേര്. മുൻപേ പറക്കുന്ന പക്ഷികൾക്ക് സി രാധാകൃഷ്ണൻ എഴുതിയ ആ ബുക്കിന് ഞാൻ പറഞ്ഞ പേര് ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഞാൻ എൻ്റെ മനസ്സിൽ വന്നത്. അത് ബാലചന്ദ്രൻ, ജി ബാലചന്ദ്രനാണ് അത് എഴുതിയിരുന്നത്. ഇത് മാതൃഭൂമിയിൽ ഖണ്ഡശ വന്നിരുന്നതാട്ടോ. ഞാൻ എപ്പോഴും ഇത് വായിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുമായിരുന്നു, മാതൃഭൂമി വരാൻ വേണ്ടിയിട്ട്. അമ്മയും ഞാനും ഒക്കെ എപ്പോഴും വായിച്ചുകൊണ്ടിരുന്നത്. മുഴുവൻ അന്ന് വായിച്ചത് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ അതെ ഡിഗ്രി ആയിട്ടില്ല, കോളേജ് 20 അല്ല 30 വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം. 10-30 വർഷമായി. പക്ഷേ ഇതിൽ എഴുതി കാണുമായിരിക്കും അല്ലേ എന്നാണത് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നതെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടാവുമോ? ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാകും. 2018 ഇവരിത് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ദിസ് വാസ് എന്താ പറയുക, ഓൾറെഡി ബീൻ പബ്ലിഷ്ഡ് ഇൻ മാതൃഭൂമി വീക്ക്ലി വർഷങ്ങൾക്ക് മുമ്പ്. ഇത് ബുക്കാക്കിയതാണ് 2008. ഇപ്പോഴും എൻ്റെ മനസ്സിൽ മോചനം എന്ന് പറഞ്ഞ ഈ ബുക്ക് ഭൂട്ടാൻ കാണണം എന്ന് ആഗ്രഹം ഉണ്ടാക്കിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഭൂട്ടാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. ഭൂട്ടാൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. നേപ്പാളും ഭൂട്ടാൻ അടുത്തടുത്താണോ, അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഇതേപോലെ തന്നെ ഞാൻ പോയ ഇനിയൊരു സ്ഥലമാണ് ഡെൻമാർക്ക്. ഡെൻമാർക്ക് എവിടെയാണെന്ന് ഭൂപടത്തിൽ കറക്റ്റായിട്ട് പോലും അറിയില്ലാത്ത ഒരു പെൺകുട്ടി ആയിരുന്നു ഞാൻ. എന്ന് പറഞ്ഞാൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പഠിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ദ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലിസ്റ്റ് എവിടെയോ വായിച്ച പോലെ എനിക്ക് ഓർമ്മയുണ്ട്. അതേപോലെ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക എന്നൊക്കെ വായിച്ചതിൻ്റെ കൂട്ടത്തിൽ ഈ പേരുകളൊക്കെ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട് സ്കാൻഡിനേവിയൻ കൺട്രീസിൻ്റെ. അതിൽ പലപ്പോഴും എനിക്ക് ജോഗ്രഫി ഭൂപടത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു രാജ്യമാണ് ഡെൻമാർക്ക്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൻ്റെ ഒരു കവിതയുണ്ട്, ഡെയ്സി എന്ന് പറഞ്ഞിട്ട്. അത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എങ്ങനെയല്ലേ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഡെയ്സി എന്തൊരു ഭംഗിയുള്ള പൂവായിരിക്കുമല്ലേ ഡെയ്സി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ആ ഡെയ്സി യുടെ കമ്മൽ കേട്ടോ. ഡെയ്സി പൂ നിങ്ങൾക്കറിയോ? വെളുത്ത പെറ്റൽസും നടുക്കൊരു മഞ്ഞ കുത്തുമായിട്ടുള്ള ഒരു കമ്മൽ. ഞങ്ങൾ ഡെൻമാർക്കിൽ പോയപ്പോൾ ഞാനത് വാങ്ങിച്ചു എന്നുള്ളതാണ്. അന്ന് തന്നെ അത് 600 ക്രോണയായിരുന്നു, എന്ന് പറഞ്ഞാൽ 6000 രൂപ. ഒരു ക്രോണ അന്ന് 10 രൂപയായിരുന്നു ഞാൻ ഡെൻമാർക്കിൽ പോയ സമയത്ത്. ഡെൻമാർക്ക് ക്രോണ, KRONE. സ്വീഡിഷ് ക്രോണയുണ്ട്, ഡെൻമാർക്ക് ക്രോണയുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ട്രാവൽ ചെയ്യുക. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ ട്രാവൽ ചെയ്താൽ ഇതെല്ലാം മനസ്സിൽ പച്ച പിടിച്ച് കിടക്കും. അപ്പം എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും ഒന്നും ചിലപ്പം ട്രാവൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളിൽ ഉഴറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു വലിയ സംഭവമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്? പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഇതിലും പറഞ്ഞു, ജോലി പോകുന്നത്, അല്ലെങ്കിൽ കല്യാണം നടക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിവോഴ്സ് ആകുന്നത്, മരണപ്പെടുന്നത്, അസുഖം വരുന്നത്, ഇതെല്ലാം സൈഡിൽ കൂടി ഓരോരുത്തരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതില്ലാത്ത ഒരു സമയം എന്ന് പറഞ്ഞാൽ, സമയം ഉണ്ടായിട്ട് വേണം എനിക്കിതെല്ലാം ആസ്വദിക്കാൻ എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നാണല്ലോ ഗുരുക്കന്മാരെല്ലാം പറയുന്നത്. അപ്പം ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു പ്രഭാഷണം കേൾക്കുകയുണ്ടായി. ആ പ്രഭാഷണത്തിൽ മുകുന്ദാനന്ദ എന്ന് പറഞ്ഞ സ്വാമിജിയുടെ പ്രഭാഷണമാണ് കേട്ടോ. നിങ്ങൾ നല്ലപോലെ ഇംഗ്ലീഷ് ശരിക്കും മനസ്സിലാവുന്നവർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഒന്ന് കേട്ടോളൂ. ശ്രീ മുകുന്ദാനന്ദ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലും ഉണ്ട്. അതിൽ പുള്ളിക്കാരൻ IIT പഠിച്ചതാണേ, കാൺപൂരിൽ പഠിച്ചതാണ്. എന്നിട്ട് ഹി ഹാസ് ചോസൺ ദിസ് പാത്ത് ഓഫ് ഗിവിങ് നോളജ് ടു ദി പബ്ലിക്. അദ്ദേഹം ഒരു സന്യാസിയായിട്ട് മാറിയതാണ്. ഭഗവത്ഗീതയാണ് പുള്ളി അധികവും പ്രീച്ച് ചെയ്യുന്നത്. എല്ലാം പറയും, എല്ലാ കാര്യങ്ങളും പറയും. ജീവിതത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പഠിച്ച് പറഞ്ഞു തരുമ്പോൾ മാത്രമല്ലേ നമുക്ക് അത് എന്താ പറയുക, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പം എനിക്ക് കാണുന്നവർ കുറച്ച് 1000-1500 പേര് ഞാൻ പറയുന്ന കേൾക്കുമല്ലോ. അപ്പം ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ എൻ്റെ ഉന്നമനത്തിന്, അല്ലെങ്കിൽ എനിക്ക് നല്ല മനസ്സുണ്ടാകാനും നല്ല ജീവിതം ഉണ്ടാകാനും ഞാൻ എവിടെ നിന്നൊക്കെയാണ് ഒരു പോയിന്റ്സ് എടുക്കുന്നത്, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് നട്ഷല്ലാക്കി പറഞ്ഞു തരികയാണ് കേട്ടോ. ഇഷ്ടമുള്ളവർ, എനിക്കറിയാം എന്നെ കേൾക്കുന്നവർ എന്നെ ഇഷ്ടമുള്ളവർ തന്നെയാണ്. അപ്പം അത് കേട്ടോളൂ. ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ.
സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കേട്ടോ. സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിനീയർമാരാണെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പിയൊക്കെ ഇങ്ങനെ പിടിച്ച് വളച്ച് ഇതാണ് സ്ട്രെസ് അല്ലേ, അവർക്ക് അതാണ് ഒരു സ്ട്രെസ് എന്ന് പറയുന്ന സാധനം. എൻജിനീയറിംഗ് ഭാഷയിൽ കമ്പികൾക്കൊക്കെ ഉണ്ടാകുന്ന സ്ട്രെസ്സ് അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സ് അല്ലേ, ആ ഒരു വലിഞ്ഞു മുറുകിയ ഒരവസ്ഥ. ആ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാവണേന്ന് അദ്ദേഹം സിമ്പിൾ വേർഡ്സിൽ പറയണതെന്നറിയോ. ഒരു സർജൻ്റെ കുട്ടിക്ക് വലിയ ഒരു സർജറി ആവശ്യം വന്നു. അച്ഛനാണെങ്കിൽ ലോകപ്രശസ്തനായിട്ടുള്ളൊരു സർജൻ. എല്ലാം പല സ്ഥലത്തു നിന്ന് ആളുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിലത്തെ ഓപ്പറേഷൻ ടേബിളിൽ ധൈര്യമായിട്ട് കിടന്നു കൊടുക്കും. കാരണം അദ്ദേഹം അത്ര പ്രഗത്ഭനാണ്, ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഈ കുട്ടിയുടെ കാര്യത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറെ സർജനെ വെച്ചത് ചെയ്യണം. അപ്പോൾ എല്ലാവരും ചോദിക്കും, അങ്ങ് ലോകത്തിലെ ഏറ്റവും മികച്ച സർജൻ, നിങ്ങൾ എന്തിനാണ് വേറെ ഒരു ആളെ വെച്ചിട്ട് ഇത് ചെയ്യുന്നത്? അദ്ദേഹം പറയാണ്, ഐ വിൽ ബി വറീഡ് അബൌട്ട് ദ ഔട്ട്കം. അങ്ങനെ ആകുമ്പോൾ ഞാൻ സ്ട്രെസ്ഡ് ആവുമെന്ന്. എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞാണ് കിടക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിൽ ഇതിൻ്റെ ഔട്ട്കം എന്താകും, ഇതിൻ്റെ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഔട്ട്കമ്മിനെ പറ്റി ഞാൻ വല്ലാണ്ട് ഇതാകുമ്പോഴാണ് എനിക്ക് സ്ട്രെസ്സ് വരുന്നതെന്ന്. ശരിയല്ലേ അല്ലേ? നമ്മൾ ഇപ്പോൾ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ തന്നെയല്ലേ, എനിക്ക് എൻ്റെ കയ്യിലൊരു ഓൾറെഡി ഒരു ജോബുണ്ട്, വേറൊരു സ്ഥലത്ത് ഒരു ജോബ് ഇൻ്റർവ്യൂ വന്ന് പോയേക്കാം എന്ന് കരുതി പോകുമ്പോൾ ഞാൻ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ അതുപോലത്തെ ഉത്തരമായിരിക്കും കൊടുക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം ഇപ്പം ചോദിച്ചോളൂ, നിങ്ങൾ എന്തിനാണ് ഈ കമ്പനിയിലേക്ക് ഈ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ജോലി ഉള്ളതുകൊണ്ട് ഞാൻ എന്താ പറയുന്നറിയോ, അത് ഞാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഞാൻ നിങ്ങളുടെ ബാലൻസ് ഷീറ്റൊക്കെ എപ്പോഴും കാണുന്നുണ്ട്, പബ്ലിക് ലിമിറ്റഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസും കൂടെ വന്നാൽ ഭയങ്കര മികച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നി എന്ന് ഞാൻ ഉത്തരം പറയുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഉത്തരം പറയും. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ജോബ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്കം എനിക്ക് കിട്ടിയാലും കൊള്ളാം കിട്ടിയില്ലെങ്കിലും കൊള്ളാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഞാൻ അവിടെ പോയിരിക്കുമ്പോൾ ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആവുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഔട്ട്കമ്മിനെ പറ്റി ഞാൻ ഒരുപാട് വറീഡ് അല്ലാതിരിക്കുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് പേടിക്കാതെ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. ദൈവമേ എന്താവും എനിക്ക് ജോബ് കിട്ടിയാണ് ഈശ്വര അങ്ങനെ വിചാരിക്കരുതെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സ് ശാന്തമാകും അല്ലേ. ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയണത്. ഈ സ്ട്രെസ്സ് കുറച്ച് നമ്മൾ ഒഴിവാക്കിയാൽ നാളെ എന്താവും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ് കുറേ നമ്മൾ ചിന്തിച്ചു കൂട്ടാതെ ഇപ്പം നമുക്ക് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം. ഞാൻ ഉടനെ മോചനം വാങ്ങിച്ചു. എനിക്കിത് കുറേ ദിവസം ഭയങ്കര കനം ഈ ബുക്കിന്, അയ്യോ നല്ല കനമുണ്ട്. മാതൃഭൂമിയുടെ പബ്ലിക്കേഷൻ ആയതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഇതുണ്ട്. എത്ര പേജസാണെന്ന് അറിയോ, പക്ഷേ പെട്ടെന്ന് വായിച്ച് തീരുന്നു. വായിക്കണം കേട്ടോ, രസമുണ്ട്. ഇത് അത്ര വിലയൊന്നുമില്ല, 300 രൂപയുടെ അടുത്തോ കണ്ടുള്ളൂ. 280 റുപ്പീസ് ഉള്ളൂ ഇതിന്. ആമസോണിൽ കിട്ടും. ഇവിടെ മേടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? അപ്പോൾ ഈ കാലത്ത് നമ്മൾ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ഇങ്ങനെ സ്ട്രെസ്സ് അയക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കാനാണെങ്കിൽ അത് ചെയ്യൂ. കുറച്ചൊക്കെ അയവോടുകൂടി ചിന്തിക്കൂ. പിന്നെ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാവരും അങ്ങനെയായി ഇങ്ങനെയായി ജഡ്ജായി അതായി എന്നൊക്കെ ആലോചിച്ച് ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? അവരുടെ ടൈം അവരങ്ങനെ വിനിയോഗിച്ചു, അതുകൊണ്ട് അവരങ്ങനെയായി എന്ന് ഞാൻ കരുതണം. ഞാനിവിടെ ഇരുന്ന് യൂട്യൂബിൽ സംസാരിക്കുമ്പോൾ വേറെ ചിലർ വിചാരിക്കുന്നുണ്ടാവും, ഞങ്ങൾക്കും തുടങ്ങായിരുന്നു, ഒരു 2 വർഷം മുമ്പ് ഒരു യൂട്യൂബ് തുടങ്ങായിരുന്നു, അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവില്ലേ. സോ ഇതൊന്നും കമ്പാരിസൺസിനെ പോകണ്ട. ഔട്ട്കം എങ്ങനെയോ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യുക, അതായിരിക്കും നല്ലത്. എൻ്റെ അവസ്ഥ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എനിക്കിങ്ങനെ കുറച്ചിങ്ങനെ മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നുണ്ട്. 53 വയസ്സാകുന്ന മാർച്ചിൽ. അപ്പോൾ അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരു സ്ത്രീയുടെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ ഗുളിക കഴിക്കേണ്ടി വരും, ചില സമയങ്ങളിൽ ആഹാരം കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഞാനും സൈഡിൽ കൂടി അലൈൻ ചെയ്തു പോകും. കുറച്ച് ലോ ആകുമായിരിക്കും സംസാരമൊക്കെ, പക്ഷെ സ്റ്റിൽ ഐ വോണ്ട് ടു ബി ലൈക്ക് ഇതിൻ്റെ ഇടയിൽ കൂടിയും എനിക്ക് സന്തോഷിക്കണം, ജീവിക്കണം, എനിക്ക് രസിക്കണം, അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാലേ, കേരളത്തിലെ ജനത ഇച്ചിരിയുടെ പുരോഗമനമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇന്നലെ കേട്ട 2 വാർത്തകൾ
ഒരു പെൺകുട്ടി കറുത്ത നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടു. എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത് എൻ്റെ അടുത്ത്, ഞാൻ കേൾക്കുന്നതും. ഞാൻ എൻ്റെ നിറത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബോധേഡേ ആയിട്ടില്ല, ചില സമയങ്ങളിൽ ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ, എൻ്റെ അമ്മ വെളുത്തതാണ്, അച്ഛൻ വെളുത്തതാണ്, അനുജൻ വെളുത്തതാണെന്നും പറഞ്ഞ് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് റിലേറ്റീവ്സൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. അമ്മ പറയണ അങ്ങനെയൊന്നും ഇല്ല എന്നാണ്. പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ദേ ആശയുടെ മോള് കണ്ടോ, കറുത്തുപോയി, ആശയെ പോലെ അല്ല കേട്ടോ, ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തിനാണ് അതും എൻ്റെ അമ്മയുടെ ചേച്ചിമാരൊക്കെ, ഒരു ചേച്ചിയാണ് കേട്ടോ അധികവും പറയാറ്, ബാക്കി ഒരു ചേച്ചി നല്ല എൻ്റെ പോലെ ഇരിക്കുന്ന. അപ്പം ആ വലിയമ്മ പറയും അവൾ എൻ്റെ മോളാണെന്ന് പറയും. ഈ ഒരു കുട്ടി ഒരു 9 വയസ്സ് മുതൽ ആണല്ലോ നമുക്ക് ആ ഒരു ഇതുണ്ടാവുക. ഇത് തന്നെയായിരുന്നു. അവരെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ എല്ലാവരും. ഈ തോലിൻ്റെ കളറ് പടച്ച തമ്പുരാൻ അവിടെ നിന്ന് പഠിച്ചു വിടുന്നതല്ലേ. ഇപ്പം ആ കുട്ടി പാവം, ഒത്തിരി നല്ല ആരോഗ്യമുള്ള പെൺകുട്ടി, 19 വയസ്സുള്ള ആ കുട്ടിയെ എന്തുകൊണ്ടാണ് അങ്ങനെ പീഡിപ്പിക്കുമ്പോൾ ആ കുഞ്ഞ് എന്തുകൊണ്ട് പീഡിപ്പിക്കാൻ നിന്നു കൊടുക്കുന്നു? മനസ്സിലായോ? വിവാഹം എന്ന് പറയുന്നത് നമുക്ക് അത്യന്താപേക്ഷിതമാകുന്ന ഘടകങ്ങൾ എപ്പോഴൊക്കെയാണെന്ന് പറയട്ടെ. എൻ്റെ കാര്യത്തിൽ അത് അത്യന്താപേക്ഷിതമായിരുന്നത്, ഞാനൊരു ഗ്രാമീണ സെറ്റപ്പിലായിരുന്നു എൻ്റെ വീടിരുന്നതും. അച്ഛനും അമ്മയൊക്കെ അവരവിടെ പ്രഗത്ഭരായും വന്നു. എനിക്ക് അതിൽ നിന്നും പുറത്ത് കിടക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. എനിക്ക് നഗരങ്ങൾ കാണണം. ഈ ചെന്നൈ, ബാംഗ്ലൂർ എന്നൊക്കെ എൻ്റെ കസിൻസ് വരാറുണ്ട്, അമ്മയുടെ ചേട്ടൻ്റെ മക്കൾ. അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് അതുപോലെ ജീവിക്കണം, ചുരിദാറിട്ട് നടക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ കൊച്ചു കൊച്ചു മോഹങ്ങൾ. അപ്പോൾ അയ്യോ ചേച്ചി ഇത്ര കുഞ്ഞായിട്ടാണ് ചിന്തിച്ചത്. അന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയ ചിന്തകളാണ്, അന്നത്തെ കാലത്തിൻ്റെതായ വലിയ ചിന്തകൾ. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരിദാറും ജീൻസും ഒന്നും ഒരു പ്രശ്നമേ അല്ല, എല്ലാവരും എവിടെ വേണമെങ്കിലും ഇടും. അവിടെയൊക്കെ ഇപ്പോൾ എല്ലാവരും അതാണ് ഇടുന്നത്. അല്ല, അന്ന് എൻ്റെ മനസ്സിൽ വന്നത് അതാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. പിന്നെ ഈ കളർ എന്നുള്ള പറയുന്ന സംഭവം ഇത് എവിടെ നിന്ന് കിട്ടി? കണ്ണും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുമ്പോൾ വൃത്തികേടായി പോവും. എല്ലാവരും പറയും ഇന്നുണ്ടോ പറയുന്നതെന്ന്, പക്ഷെ പറഞ്ഞേ ഒക്കത്തുള്ളൂ. സായിപ്പിൻ്റെ അടുക്കളപ്പുറത്ത് പാത്രം കഴുകാൻ പോയിരുന്ന വീടുകളിലെ സ്ത്രീകൾക്കും, അല്ലെങ്കിൽ അതുപോലെ സേവക ജോലികൾ ചെയ്ത് പണം സമ്പാദിച്ചു വന്നിരുന്നവർക്കും ആണ് വെളുപ്പ് നിറം കിട്ടിയിരിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ പൂരിപ്പിച്ചോളൂ. അങ്ങനെ ബേസ് വന്നവർക്കാണ്, ആ ഏരിയയിലാണ് വെളുപ്പ് നിറം വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, എം മുകുന്ദൻ്റെ. അതൊന്ന് വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാകും എവിടെ നിന്നാണ് ഈ കളറ്, തൊലിപ്പുറം വെളുത്തു തുടങ്ങിയതും വെളുപ്പിനോടുള്ള ആ ഒരു ആക്രാന്തം തന്നെ പറയാം മനുഷ്യർക്ക് തുടങ്ങിയതും, അല്ലേ? ഭംഗി എന്ന് പറയുന്നത്, എനിക്ക് തന്നെ ഭംഗിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ആളാണ്, അഹങ്കാരമായിട്ടൊന്നും അല്ല. ചില സമയത്ത് ഒരുങ്ങുന്നതിനനുസരിച്ച് ഭംഗി മാറുന്നുണ്ട്, അല്ലേ? നിങ്ങൾ തന്നെ പറയണ്ടേ ചേച്ചി ഇന്ന് നല്ല രസമുണ്ട്. അത് ഓരോരോ സമയത്ത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെയും പൊട്ട് തൊടുന്നതിൻ്റെയും കളർ, ഏത് വസ്ത്രമാണ് ധരിക്കുന്നതിൻ്റെയൊക്കെ അനുസരിച്ച് നമുക്ക് ഭംഗി മാറിക്കൊണ്ടിരിക്കും. അതിലെന്താ ഇപ്പോൾ ഇത് കുറച്ച് ഭംഗി കുറവുള്ള ആൾക്കാർക്ക് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? അവർ എടുത്ത് ചാകണോ? എന്താണ് ഈ ആൾക്കാർ പറയണത്? സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് ബിഹോൾഡേഴ്സ് ഐസിലാണ് സൗന്ദര്യം, അല്ലേ? ബ്യൂട്ടി ലൈസ് ഇൻ ദ ബിഹോൾഡേഴ്സ് ഐസ്. കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം. എൻ്റെ ഹസ്ബൻഡ് എന്നെ കാണാൻ വന്നു. അവരാരും ഒരു കുറ്റമൊന്നും പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ അവരുടെ സിസ്റ്ററില്ല, നല്ല കളർ കുറഞ്ഞൊരു ലേഡിയാണ്. പക്ഷേ ഷീ ലുക്സ് വെരി നൈസ്. ഒരു കുറ്റം പറയാനൊന്നുമില്ല അവരെ കാണുമ്പോഴൊന്നും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നതാണ്, അരവിന്ദ് പറയുന്നതാണ്, എന്താ കുഴപ്പം ഈ കളറിന്, എന്താ അതിന് പ്രശ്നം? ഞാൻ പറയും എനിക്കൊന്ന് വെളുക്കണം എന്ന് പറയുമായിരുന്നു പണ്ട് ഞാൻ. കാരണം എന്താണെന്നറിയോ, ഇത് കേട്ട് മതിയായിട്ട് എവിടെ പോയാലും ഇത് തന്നെയുള്ളൂ കേൾക്കാനായിട്ട്. ആശയുടെ മോള് കറുത്തത്, ഇതെന്താ അത്? ആശയുടെ അച്ഛൻ കറുത്തതായിരുന്നു, അപ്പോൾ ആശയുടെ അച്ഛൻ്റെ കളറ് കിട്ടി ആശയുടെ മകൾക്ക്. എവിടെന്നെങ്കിലും അവർക്ക് ജീൻസിൽ നിന്നല്ലേ വരുള്ളൂ ഇതൊക്കെ. എനിക്ക് ഭയങ്കര സങ്കടമോ ദേഷ്യമോ ഒക്കെ വരുന്നു ആ വാർത്ത വായിച്ചിട്ട്. ദൈവമേ, 19-20 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക്. എന്തിനാണ് ആ കുഞ്ഞങ്ങനെ ചെയ്തത്? ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ആ അമ്മായി അമ്മയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അവർക്കത് ഇപ്പം അവർക്ക് മനസ്സ് വിഷമമുണ്ടായിരിക്കും. പക്ഷെ അതുകൊണ്ട് അവർ
തിരുത്താൻ പറ്റുമോ? അതുകൊണ്ട് ഇനി വരുന്നവർ, നിങ്ങളുടെ മകനും മകളും ഒക്കെ ഇനിയും കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ്, എന്തെങ്കിലും ചെയ്യട്ടെ. കുഞ്ഞുങ്ങൾ ജീവനോടെ ഇരിക്കട്ടെ, ജോലിക്ക് പോയി അവരുടെ സ്വന്തമായിട്ട് ജീവിക്കട്ടെ. എൻ്റെ മോള് ഇപ്പം അടുത്ത വർഷത്തേക്കൊക്കെ ആകുമ്പോഴേക്കും കല്യാണം കഴിക്കണമെന്നൊക്കെ എൻ്റെ അച്ഛനും അമ്മയും ഞാനും ഒക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇല്ലേ പേടിയാകുകയാണ് പറയാനായിട്ട്. അപ്പോൾ ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, അവൾ സന്തോഷമായിട്ടിരിക്കട്ടെ, ജോലി ചെയ്യുകയോ എന്താന്ന് വെച്ചാൽ അത്. എനിക്ക് കൂടുതൽ ഇതിനകത്ത് വന്നിരുന്ന് പറയാൻ അനുവാദമില്ല. പേഴ്സണൽ കാര്യങ്ങൾ പറയരുതെന്ന് മോള് പറയും. പക്ഷെ അത് പറഞ്ഞാലല്ലേ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുള്ളൂ. അവൾക്ക് ഇതിനകത്ത് വരുന്നതോ അവളുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി പറയുന്നതോ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും എൻ്റെ കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ അരവിന്ദിൻ്റെ കാര്യങ്ങളും മാത്രം പറയുന്നത് കേട്ടോ. തെറ്റിദ്ധരിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ അവൾ മാറുമായിരിക്കും. അപ്പോൾ ഞാൻ പറയും, കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ കൊണ്ടുവന്നത്, ആ മകളെ എങ്ങനെയാണ് വളർത്തിയതെന്നെല്ലാം ഞാൻ പറയാം. കുറച്ചും കൂടെ സമയം എനിക്ക് തരണം കേട്ടോ. ഇപ്പോഴല്ലേ ഞാൻ തുടങ്ങിയുള്ളൂ. ഇപ്പം എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഏകദേശം അറിയായിരിക്കും അല്ലേ ഞാൻ എന്തായിരുന്നു, ഞാൻ എങ്ങനെയാണ് ജീവിതം കരുപ്പിടിപ്പിച്ചത്, എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ ശീലിച്ചത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഒരാളും നിങ്ങളെ ഒരു ചവിട്ടുപടിയാക്കി, നിങ്ങളെ ഒരു ഡോർമാറ്റാക്കി ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പൊലൈറ്റായിട്ട് അവരോട് പറയണം, ഹേ എന്നെ ഇതിന് കിട്ടില്ല, ഞാൻ നിങ്ങളുടെ വഴിയിലേക്കല്ല വരുന്നത്, എന്നെ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇതുപോലെ എന്നെ പറ്റി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. അത് ധൈര്യമായിട്ട് പറയണം. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, ഞാൻ എൻ്റെ ചുമതലകൾ ചെയ്യുന്നു, അതോടുകൂടി നിർത്തിയേക്കണം. ഏത് റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും അതിനേക്കാൾ കൂടുതൽ അവരെ ലിമിറ്റ് ക്രോസ് ചെയ്ത് നിങ്ങളെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് നിന്ന് കൊടുക്കരുത് കേട്ടോ. അപ്പം ഈ കളറും പിന്നെ ഹൈറ്റും പിന്നെ വണ്ണവും ഇതൊന്നും അല്ല കാര്യം. എത്രത്തോളം പറഞ്ഞു തരുന്നു കുഞ്ഞുങ്ങളെ. ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, അമ്മമാർ കേൾക്കുന്നുണ്ടല്ലോ, അവരെല്ലാവരും ഇത് പറഞ്ഞോളൂ, ഞാൻ ഇങ്ങനെയാണ് ജനിച്ചത്, എന്നെ പഠിച്ചവൻ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് ഞാൻ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് അങ്ങോട്ട് തിരിച്ച് ചോദിച്ചോളണം കേട്ടോ. എന്നെ കേൾക്കുന്നവരുടെ മക്കൾ ആരും നിങ്ങൾ മോശക്കാരാണെന്ന് വിചാരിക്കുകയേ വേണ്ട. എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. ഒരു എക്സാമ്പിളും കൂടെ പറയാം കേട്ടോ. അരവിന്ദ് അയച്ചു തന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ ഇങ്ങനെ വാട്സപ്പ് വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. പലതിങ്ങനെ വരുന്നതിൽ കണ്ടതാണ്. അതിൽ പറയുന്നത്, ഒരു ആള് നല്ല ഒരു ടാക്സി, നല്ല ലിമോ എന്നൊക്കെ പറയും കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ഹീസ് എ ലിമോ ഡ്രൈവർ എന്ന് പറയും. അപ്പം ഞാനെന്താ വിചാരിച്ചതെന്നറിയാമോ, US ചെന്നപ്പോൾ ലിമോയ്ക്ക് കോൾ ലിമോ എന്ന് പറയണേ, ടാക്സി എന്നുള്ളതിന് അവർ പറയുന്നത്. അപ്പം എൻ്റെ വിചാരം ലിമോസിൻ എന്ന് പറഞ്ഞ വലിയ കാറില്ല, അതായിരിക്കും വരണേ ലിമോ എന്നൊക്കെ പറയുമ്പോൾ. നോക്കുമ്പോൾ കാണാൻ ചെറിയ സാധാരണ കാറിനെ പറയണേ. അപ്പം ഹീസ് എ ലിമോ ഡ്രൈവർ, ഓക്കെ. പക്ഷേ ആ ഒരാൾ അതിനകത്തേക്ക് കയറുന്ന ഇരിക്കാൻ പോകുമ്പോഴേക്കും വളരെ വൃത്തിയായിട്ടിട്ടിരിക്കുന്നു ആ കാറ്. ഒരു പൊടിയില്ല, ഒന്നുമില്ല, നല്ല ഹൈ സ്റ്റൈലായിട്ടുള്ളൊരു കാറും നല്ല സുഗന്ധവും ഒക്കെ. കയറി ഇരുന്ന ഉടനെ തന്നെ ആ ഡ്രൈവർ പറയുകയാണ്, സർ ഞാൻ നിങ്ങളുടെ ലഗേജ് അവിടെ പുറത്തിരിക്കുന്നത് എടുത്ത് സെറ്റാക്കട്ടെ കാറിൻ്റെ ഡിക്കിയിൽ, അപ്പോഴേക്കും നിങ്ങൾ എൻ്റെ മോട്ടോ ഒന്ന് വായിക്കണേ സർ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സ്ലിപ്പ് എന്തോ കൊടുക്കുകയാണ്. അതിലൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വേദന കണ്ണടിയൊക്കെ എടുത്തത് വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുകയാണ്, ഞാൻ ജോൺ, ഞാനാണ് ഇത് നിങ്ങളുടെ സാരഥി, നിങ്ങളെ സുരക്ഷിതമായിട്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകാനുള്ള ദൗത്യം ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നല്ല നല്ല വാക്കുകൾ എഴുതിയിട്ട് അതിനുവേണ്ടി ഞാൻ ഇന്നത്തെ ദിവസം ദൈവത്തോട് നന്ദി പറയുന്നു എന്നങ്ങനെ എഴുതി വെച്ചിരിക്കണേ. വരുന്നവരെല്ലാവരും അങ്ങനെ വായിക്കണ്ടാവും. അപ്പോൾ ഇത് വായിച്ചപ്പോൾ തന്നെ ഈ കാറിലിരിക്കുന്ന ആൾക്ക് ഭയങ്കര ഇംപ്രഷൻ തോന്നി. അപ്പോൾ കാറിലേക്ക് അയാൾ അടിച്ചു വെച്ചിട്ട് കയറിയിട്ട് പറഞ്ഞു, സർ എനിക്ക് ഇത്രയും റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്, ഞാൻ പാട്ട് വെക്കുന്നത് അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കാം, ഞാൻ സംസാരിക്കരുതെന്നാണെങ്കിൽ ഞാൻ സംസാരിക്കുകയുമില്ല, ഇതിലേതാണ് അങ്ങ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറയണം. എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുക്കുകയാണ്, ചായ കോഫി ഇതെല്ലാം അതിനകത്ത് സെറ്റാക്കിയിരിക്കുകയാണ് പുള്ളി, ഒരു വലിയ ഇതിൽ ചെറിയൊരു പാക്കറ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഈ മാന്യൻ ആയിട്ടുള്ള ട്രാവലർ ചോദിക്കും, നിങ്ങൾ എന്നും ഇങ്ങനെയാണോ, ഇതാണോ നിങ്ങളുടെ രീതി? അപ്പോൾ പറയും, അല്ല 2 വർഷം മുമ്പ് വരെ ഞാനിങ്ങനെ
എപ്പോഴും അയ്യോ ഞാനൊരു ടാക്സി ഡ്രൈവറാണ്, അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആരും കിട്ടാറുമില്ല. എനിക്ക് ഭയങ്കര എപ്പോൾ നോക്കിയാലും ഒരു വിഷമത്തോടു കൂടിയാണ് ഞാൻ ജോലിക്ക് വന്നിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞാനൊരു സെമിനാർ അറ്റൻഡ് ചെയ്തു, ഇങ്ങനെ ഹൗ ടു ബി പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് നിന്ന് ഞാൻ ഗ്യാദർ ചെയ്ത കാര്യങ്ങളാണ് ഞാനിതിൽ പ്രയോഗിക്കുന്നത്. ഏത് ജോലിയാണെങ്കിലും ആ ജോലി അതിൻ്റെ ഫൈനസ്റ്റ് ഓഫ് ദ ഫൈനസ്റ്റ്, മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് നൽകാൻ കഴിയും എന്ന് ചിന്തിക്കണം എന്നാണ് അവർ പറഞ്ഞതെന്ന്. അപ്പോൾ ഒരു ടാക്സി ഡ്രൈവറായിട്ടുള്ള ഞാൻ, അവർ ലിമോ ഡ്രൈവർ എന്നായിട്ട് പറഞ്ഞു, ലിമോ ഡ്രൈവറായിട്ടുള്ള ഞാൻ എങ്ങനെ ഹൗ ക്യാൻ ഐ ഡെവലപ്പ് മൈസെൽഫ്, അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ ബി ബെറ്റർ ദാൻ ദ അതേഴ്സ് ഹു ആർ ഇൻ ദ ട്രേഡ്. ഇതേ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇതേ സർവീസ് കൊടുക്കുന്ന ആളുകളെക്കാളും കൂടുതൽ എഡ്ജുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മുന്തിയതായിട്ട് കൊടുക്കാനുള്ള എന്താണ് എൻ്റെ കയ്യിലുള്ളതെന്ന് അങ്ങനെ ഞാൻ ചിന്തിച്ച് ഞാൻ ചെയ്തതാണെന്ന് പറയും. ഇതേപോലെ തന്നെ ആയിരിക്കണം ഓരോ ജോലികൾ ചെയ്യുന്ന ആൾക്കാരും, അല്ലേ? എഡ്ജ് എന്തായിരിക്കണം ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ വഴി ഞാനും അതാണ് ചിന്തിക്കുന്നത്. ദിവസവും ഞാൻ ചിന്തിക്കും. ഒരുപാട് പേര് 20-25 മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ട് ഇതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ടേക്ക് അവേ ആയിട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരുപാട് ചാനൽസ് ഉണ്ട്, ഒരുപാട് ഹോം വ്ളോഗേഴ്സ് ഉണ്ട്, ഒരുപാട് കുക്കിംഗ് ചാനൽസ് ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ എന്തെങ്കിലും തരുമ്പോഴല്ലേ നിങ്ങളിവിടെ വന്നിരിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ടൈപ്പ് ഓഫ് ഗിവിങ് ബാക്ക് ടു സൊസൈറ്റി ഈസ് ടോക്ക് ഗുഡ് തിങ്സ്, അല്ലെങ്കിൽ സ്പ്രെഡ് ഓൾ വാട്ട് എവർ ഗുഡ് ഓർ ബാഡ്, അങ്ങനെയല്ല, സ്പ്രെഡ് പോസിറ്റിവിറ്റി. നിങ്ങൾക്ക് ഓരോ അനുഭവങ്ങളിൽ നിന്നും, എൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നത് നെഗറ്റിവിറ്റി അതിനകത്തുള്ളത് എടുക്കാനല്ല. ഞാനും ഈ അനുഭവങ്ങളെല്ലാം കടന്നു വന്നിട്ടുള്ള, ഇല്ലെങ്കിൽ ഈ നെഗറ്റീവ് പാതകൾ ഞാനും തരണം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, ഞാനും ഈ റോളുകളിലൂടെ എല്ലാം പോകുന്നതുകൊണ്ട് എന്നിൽ നിന്നും മറ്റുള്ളവർക്ക് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടാകാം. അപ്പോൾ അതെല്ലാം ഞാൻ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അല്ലേ? ഒരു എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ നിന്നും കൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. പൊങ്ങച്ചമാണെന്ന് കൂട്ടുന്നവർ അങ്ങനെ വിചാരിച്ചോട്ടെ, കുഴപ്പമില്ല. എൻ്റെ മദർ ഇൻ ലോയുടെ 80th ബർത്ത്ഡേ വന്ന സമയത്ത് ആരും വന്നില്ല. എൻ്റെ ഹസ്ബൻഡുണ്ട്, ഞാനുണ്ട്, പിന്നെ സിസ്റ്റർ ഇൻ ലോയുടെ ഹസ്ബൻഡ്, അവരെല്ലാവരും ഇല്ലേ. ഇത്രയും പേരിൽ ഞാൻ മാത്രമാണ് പോയിട്ട് അന്നത്തെ ദിവസം ചെന്നില്ലെങ്കിലും ഞാൻ അവിടെ ചെന്ന് അമ്മയെ, മാവേലിക്കരയിൽ നിന്നല്ലേ അമ്മ ഇരിക്കുന്നത്, അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ബ്രദർ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല പുതിയതായിട്ടൊന്ന് റിനോവേഷനൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ വീടെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു. അമ്മയ്ക്ക് ഞാൻ മലബാർ ഗിലിയിൽ നിന്ന് നല്ല വിലയുള്ള ഒരു ഡയമണ്ട് ഇത് വാങ്ങിച്ചു കൊടുത്തു. ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉണ്ടായിട്ടുണ്ട് ആ വീട്ടിൽ നിന്നും. ഞാനും അങ്ങോട്ട് തിരിച്ച് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ ചെയ്തപ്പോൾ തിരിച്ച് 10 മടങ്ങായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നിമിഷം, ഒരു മിനിറ്റ് പോലും അവർ എനിക്കിതില്ല മോളെ, എനിക്ക് ഭക്ഷണമില്ല എന്ന് പറയരുത് എന്ന്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പൈസ വേണം, എനിക്കിങ്ങനെ ജീവിക്കാൻ ഇതെല്ലാം ആവശ്യമാണ് എന്ന് അമ്മയോ അച്ഛനോ ബുദ്ധിമുട്ട് വരരുതെന്ന് ഞാൻ എന്നും ആത്മാർത്ഥത്തോടുകൂടി പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ വീട് പൊളിച്ച് പണിതെന്ന് പറഞ്ഞില്ലേ എൻ്റെ അനുജൻ, നാട്ടിലത്തെ വീട്, അപ്പോൾ ഒരു ഡയറി കിട്ടി എൻ്റെ അച്ഛന്, എൻ്റെ ജേണൽ. ആ ജേണലിൽ ഞാൻ എഴുതി വെച്ചിരുന്നതാണ് 1998. അരവിന്ദിൻ്റെ പപ്പയ്ക്കും അമ്മച്ചിക്കും എല്ലാം ഒരുപാട് നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കണേ. ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള പണവും സമ്പത്തും സമയവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ കാണിച്ചു തന്നു അത്. അതിലെൻ്റെ ബ്രദറിനും നല്ലത് വരുത്തണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ജേർണലിങ്ങിൻ്റെ ഇഫക്റ്റാണ് ഞാൻ പറയണത്. അപ്പോൾ ഞാനിത് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ഇട്ടിട്ടില്ല, 2 ലക്ഷം രൂപയുടെ ഡയമണ്ട് ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടിട്ടില്ല കേട്ടോ, എൻ്റെ കാതിലില്ല. കാരണം എനിക്കിങ്ങനെ ചേഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മലൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഐ ഗേവ് ഇറ്റ് ടു മൈ മദർ ഇൻ ലോ ടു മേക്ക് ഹർ ഹാപ്പി ആണ്, അതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും തോന്നി, ഈ കുട്ടിക്ക് വേണമെങ്കിൽ മേടിക്കാമായിരുന്നല്ലോ, തന്നെത്താൻ വാങ്ങിച്ചു വയ്ക്കാമായിരുന്നല്ലോ. ഐ ഡിഡ്ന്റ് ഡു ദാറ്റ്. നിങ്ങളിത് ചേച്ചി ഇതെന്തിനാണ് ഇവിടെ തുറന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഗിവ് ഇറ്റ് ടു ദ സൊസൈറ്റി ബാക്ക്. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ, ഞാൻ കുറവുകൾ ചെയ്തതും ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എന്ത് തെറ്റുകളാണ് ഞാൻ ചെയ്തതെന്ന്. എന്തിനാണെന്നറിയാമോ? ആ തെറ്റ് മറ്റുള്ളവരെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ചിലതെല്ലാം നമ്മൾ ചിലപ്പോൾ മൂടി മറച്ച് വെക്കേണ്ടി വരും. കാരണം എന്താണ്, എല്ലാം തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടുള്ള റെസ്പെക്റ്റ് പോകും. അതേപോലെ തന്നെ എല്ലാം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിയുകയുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാലല്ലേ ടു ഗ്യാദർ റെസ്പെക്റ്റ് അല്ലേ. നിങ്ങളുടെ പേഷ്യൻസ് ഞാനിന്ന് എടുത്തോന്നറിയില്ല, പക്ഷേ അമ്മായിയമ്മയെ പേടിച്ചോ അല്ലെങ്കിൽ അമ്മായിയപ്പനെ പേടിച്ചോ അവരോട് ഫൈറ്റ് ചെയ്തോ നമ്മുടെ സന്തോഷങ്ങൾ കളയാതിരിക്കുക എന്ന് തന്നെയാണ് എൻ്റെ മെസ്സേജ് കേട്ടോ. ആ കുട്ടി ചെയ്തത് മണ്ടത്തരമായിപ്പോയി. ഇനിയും ഒരുപാട് ജീവിതം മുമ്പിലേക്ക് കിടക്കുന്നു എല്ലാവരും ധൈര്യത്തോടെ ഇരിക്കുക. ഇതാണ് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യനാവുകയില്ല. ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ തെറ്റ് അവിടെ ഇവിടെ. എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ടൊരു മാനുവൽ ഇല്ലല്ലോ. ഡു യു ഹാവ് എ മാനുവൽ, യൂസർ മാനുവൽ? ഒരു മനുഷ്യനെ ജനിച്ച് വിടുമ്പോൾ നമ്മൾ പ്രസവിച്ച് കഴിയുമ്പോൾ ആ കൊച്ചിൻ്റെ കയ്യിൽ വല്ല മാനുവൽ എഴുതി വെച്ചിട്ടുണ്ടോ, ഈ കുട്ടി ഇങ്ങനെ ആയിരിക്കണം പെരുമാറണം? ഇല്ലല്ലോ. സോ ദാറ്റ് ഈസ് വൈ ആര് എന്ത് ചെയ്യുന്നുവോ അത് ആ സമയത്ത് ഒരു കർമ്മ എന്നുള്ള ഒരു എന്താ പറയുക, നന്മയും തിന്മയും കർമ്മയിലൂടെ വരും അല്ലേ. അപ്പം സൂക്ഷിച്ച് നമ്മൾ ചിന്തകളെ അല്ലെങ്കിൽ പ്രവൃത്തികളെ ഡൈവേർട്ട് ചെയ്ത് വിടുക. യു വിൽ റോക്ക്. ഇന്ന് തന്നെ ഏതെങ്കിലും മദർ ഇൻലോ എന്ന് ഞാൻ പറയുമ്പോൾ, ചേച്ചി അവർ ഇങ്ങനത്തെ ആയിരുന്നു അവർക്ക് 10 പൈസ ഞാൻ കൊടുക്കില്ല, അങ്ങനെ ചിന്തിക്കല്ലേ. ദൈവത്തെ ഓർത്ത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കല്ലേ. നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ ഈ 2 ലക്ഷം രൂപയുടെ ചേച്ചിക്ക് ഭയങ്കര അഹങ്കാരമായിട്ട് അങ്ങനെയും പറയരുത് കേട്ടോ. എനിക്ക് അത്രയും ഉണ്ടായിട്ടും അങ്ങനെ അതുകൊണ്ടൊന്നുമല്ല. ദാറ്റ് ഈസ് ഹൗ ഐ തോട്ട്. ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് ഒന്ന് മയപ്പെടുത്തി എടുക്കേണ്ടത് എല്ലാവരെയും എന്ന് ഞാൻ വിചാരിച്ചത്. ചിലപ്പോൾ തെറ്റായിരിക്കാം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലേ ചേച്ചി അതിൻ്റെ ആവശ്യമില്ല, മര്യാദയ്ക്ക് നമ്മളായിട്ട് നിന്നാൽ മതി എന്ന്. നമ്മളായിട്ട് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനും അത് ചെയ്തത് കേട്ടോ. അത് പറഞ്ഞേ ഉള്ളൂ. പറഞ്ഞു കാണിക്കുന്നു എന്ന് പറയുന്നവർക്ക് പറയാം. കാരണം ഇതിപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സ് കാണുന്നുണ്ടാകും, അരവിന്ദിൻ്റെ റിലേറ്റീവ്സ് കാണുന്നുണ്ടാകും, എന്നോട് എതിർപ്പുള്ള അഭിപ്രായങ്ങൾ ഇതിലുണ്ടായേക്കാം. പക്ഷെ അതല്ല എനിക്ക് വേണ്ടുന്നത് സന്തോഷം, സമാധാനം. ഇതെല്ലാം അവിടെ നിന്ന് എനിക്ക് കിട്ടണം, റിഫ്ലക്റ്റ് ആകണം എന്ന് ഞാൻ കരുതുന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. ഇത് എടുക്കുന്ന രീതി എങ്ങനെയായിരിക്കും എനിക്കറിയില്ല, പറയണമെന്ന് എനിക്ക് തോന്നി. ഇപ്പം അമ്മയ്ക്ക് 82 വയസ്സായി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ അവർ ജനിച്ച് വളർന്നതും അവർ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളിൽ നേരിട്ട മുള്ളുകളും കല്ലുകളും ഒക്കെ ചിലപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം എപ്പോഴെങ്കിലും ഒക്കെ. അതുകൊണ്ടായിരിക്കാം നമുക്ക് അത് കിട്ടിയവർക്ക് വിഷമം തോന്നിയിട്ടുണ്ടാവുക അല്ലേ. ബട്ട് സ്റ്റിൽ ലെറ്റ് മീ ടെൽ യു ഓൾ, നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മളുടെ ചിന്തകളെയും നമ്മുടെ സമാധാനത്തെയും നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കഷ്ടങ്ങൾ ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. നോ വേ. നമ്മളുടെ കഷ്ടങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് തരുന്ന കഷ്ടങ്ങൾ എന്തിനാണെന്നറിയാവോ? ദൈവം നിങ്ങൾക്ക് കഷ്ടങ്ങൾ തരുന്നത് എന്തുകൊണ്ടാണ്? ദൈവമേ എനിക്ക് നല്ല ധൈര്യം ഉണ്ടാവണേ ജീവിക്കാൻ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആ കഷ്ടങ്ങൾ തരുമ്പോഴാണ് നമ്മൾ ധൈര്യം ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാം ഇവിടെ നമ്മുടെ മനസ്സിലും നമ്മുടെ ഉള്ളിലുമാണ്. ഓക്കെ, സോ ദ ടേക്ക് അവേ ഈസ് ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ് ഫോർ എനിത്തിങ്. സ്ട്രെസ് ചെയ്തിട്ട് സ്ട്രെസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, ചെയർഫുള്ളായിട്ടിരിക്കുക, ബുക്സ് വായിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബുക്ക്, ഈ മാസത്തെ എൻ്റെ ബുക്ക് ഇതാ, ഇന്ന് ഈ ഒരു മാസം കൊണ്ട് ഇത് വായിക്കത്തുള്ളൂ. ഓക്കെ ദെൻ സീ യു ടുമോറോ. ലോങ് വീഡിയോ ആയിപ്പോയി, ഇന്നലെ ഇടാൻ പറ്റിയില്ല. അപ്പം ഞാൻ രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഒരു നെഗറ്റീവാണല്ലോ ആ കുട്ടിയുടെ കാര്യം, അതെനിക്ക് പറയണം എന്നുണ്ട് പറയണ്ടെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടിക്കുറിച്ച് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. സോ ബി ചെയർഫുൾ. ജസ്റ്റ് ഓൾവേസ് തിങ്ക് അബൌട്ട് ദ പോസിറ്റീവ്സ് ഇൻ ദ നെഗറ്റീവ്സ്. പറയാൻ എളുപ്പമാണ്, പക്ഷെ സാധിക്കും. നേരത്തെ പറഞ്ഞ ഉദാഹരണം, കമ്മൽ വാങ്ങിച്ചു കൊടുക്കുന്ന വഴി നിങ്ങൾക്കും ഒരു സന്തോഷം. യു ആർ ബിക്കമിങ് എ ഗിവർ കേട്ടോ. ബി അവൈലബിൾ ഓൾസോ. എപ്പോഴെങ്കിലും അവർക്കൊക്കെ ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പോവും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമ്മളുടെ കർമ്മമാണ് നമ്മൾ പോളിഷ് ചെയ്ത് ചിസിൽ ചെയ്ത് നന്നാക്കി വെക്കുന്നത്. എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നല്ല അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, നന്ദി.